സോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഉയിരിൻ്റെ ഒരു ചെറിയ ഒപ്പീനിയനുമായിട്ടാണ്. ഡിസ്കഷനല്ല, ഒരു ചെറിയ ഒപ്പീനിയൻ. അതെ, ഉയിര് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പടത്തിൻ്റെ പേരിലുള്ള ഉയിര് പടത്തിലില്ലായിരുന്നു. അതെ, അതായത് സിനിമയ്ക്ക് ഒരു ഉയിരില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്തത്. ജീവനില്ല എന്ന് പറയാം. അതെ, സിനിമ എന്ന് പറയുന്നത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എം പത്മകുമാറാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ചധികം നാളായില്ലേ സിനിമകൾ ചെയ്തിട്ട്. 10ാം വളവായിരുന്നു ലാസ്റ്റ് ചെയ്തല്ലേ? ലാസ്റ്റ് 10ാം വളവ് കഴിഞ്ഞിട്ട് പടം ചെയ്തിരുന്നു. പുള്ളി പിന്നെ ബോളിവുഡിൽ പോയി പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങിയില്ല. അതെ, നമ്മളെ ജോസഫിൻ്റെ റീമേക്ക്. ഓക്കെ, അത് ഇറങ്ങിയില്ല ഇതുവരെ. സോ എം പത്മകുമാറിൻ്റെ സിനിമയാണ്. സോ ഒരു ട്രെയിലർ കാണുമ്പോൾ ഒരു മർഡർ മിസ്റ്ററി ഒരു മൂഡുണ്ട്. ഹൂ ഡൺ ഇറ്റ് ലൈനിൽ ട്രെയിലറിൽ തോന്നുമെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര എക്സൈറ്റിംഗ് ഒന്നുമല്ല. ഒരു വളരെ നോർമൽ കേസ് പോലെ തുടങ്ങിയിട്ട് ആ കേസിനകത്ത് ഇങ്ങനെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു, പുതിയ പുതിയ ഡിസ്റ്റാൻസ് സംഭവിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി നമുക്കൊരു ആരാണോ ചെയ്തത്, പക്ഷെ ഇതിലൊന്നും തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഒരു ഇൻട്രസ്റ്റ് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാത്തൊരു സിനിമയായിപ്പോയി. കാരണം ഈ മരിച്ച ആൾ ആരാണെന്ന് അറിയാൻ നമുക്കൊരു താല്പര്യമില്ല. ഒരു താല്പര്യമില്ല. അവരുടെ കഥയ്ക്കും നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല. പക്ഷേ ഈ സിനിമ ഒരു ബേസ് ചെയ്തിരിക്കുന്ന റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഈ സിനിമ കഴിയുമ്പോൾ, അതായത് ഈ സിനിമയുടെ ഒടുക്കത്തിൽ കാണുന്നവർക്ക് ഒരല്പം ഒരു കുറച്ച് ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഡിയൻസിന് ഇമോഷണലി ഒരല്പം കണക്ഷൻ പടത്തിൻ്റെ ടുവേർഡ്സ് എൻഡിങ്ങിലുണ്ടാവും. എനിക്ക് തോന്നി. കാരണം ഒരു നോർമൽ ഓഡിയനായിട്ടിരുന്ന ഒരാൾ കാണുവാണെങ്കിൽ പുള്ളിക്ക് അവസാനത്തെ ഒരു 10 മിനിറ്റ് ഒരു പക്ഷേ പുള്ളിക്ക് അത് കാണുമ്പോൾ കണ്ണ് നിറയും, അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് ഉൾപ്പെടെ ആ സീക്വൻസ് കാണുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നും. പക്ഷേ ആ ഒഴിച്ചെടുത്തിയ സീക്വൻസിലേക്ക് എത്താൻ വേണ്ടി ഇവർ 2 മണിക്കൂർ കൂടി അതായത് ഈ പടം ഇനിഷ്യലി സഞ്ചരിക്കുന്ന ഒരു മരണത്തിനെ ബേസ് ചെയ്താണ് പോകുന്നത്. കൊല്ലപ്പെട്ട ആളെ പറ്റി അന്വേഷിക്കുന്നു, ആരാണ് അയാളെ പറ്റി അന്വേഷിക്കുന്നു, അയാളെ പറ്റി വിവരം കിട്ടുന്നു. പിന്നീട് അത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്നു. കൊലപാതകം ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. പുള്ളി ഇതിനു മുമ്പ് വേറെ കൊലപാതകം ചെയ്തു. അങ്ങനെ മൾട്ടിപ്പിൾ സംഭവങ്ങൾ മുമ്പോട്ട് വരികയും ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും അതായത് അവസാനത്തെ കുറച്ച് ഏരിയ ഈ മർഡറും പരിപാടിയെല്ലാം സോൾവായി. സോ അതിൻ്റെ വാലെ പിടിച്ച് പോണ 2 കുട്ടികളെ, മിസ്സായിപ്പോയ 2 കുട്ടികളെ കണ്ടെത്താൻ പോകുന്നൊരു അവസ്ഥയാണ്. എനിക്ക് തോന്നിയത് ഈ പടത്തിൽ ഈ ലാസ്റ്റ് 10 മിനിറ്റ് ഉണ്ടല്ലോ, ഇതായിരുന്നു പടത്തിന് എൻ്റെ പ്ലോട്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ആ സംഭവം നടക്കുമ്പം അതിൻ്റെ വിഷ്വലിയും നമുക്ക് ആ ഇവൻറ്റ് അത് കാണുമ്പോൾ, എസ്പെഷ്യലി കൊച്ചു കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ അവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമാണ് ശരിക്കും സിനിമയിൽ ഇമോഷണലി ഉള്ള കണക്ഷൻ ഉണ്ടാക്കുന്നത്. പക്ഷേ സിനിമ ഓവറോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ഇപ്പോൾ ആദ്യം ഒരു 3/4 നേരവും ഒരു മർഡർ മിസ്റ്ററി പടം പോലെ പോവാണ്. എന്നിട്ടാണ് അവസാനം ഈ ഒരു റൂട്ടിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പടത്തിൽ നിന്ന് വേറൊരു റൂട്ടിൽ പോയി പടം എൻഡ് ചെയ്യുമ്പോൾ, അപ്പോൾ അവസാനം എൻഡ് ചെയ്യുമ്പോഴും ഇതിൽ ആൾക്കാർ കൈയടിക്കുകയും പോലീസുകാർ കൈയടിക്കുകയും അവിടെ മീഡിയ ഒക്കെ വന്ന് കൂടുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഇമ്പാക്റ്റ് ഇല്ല. പക്ഷെ നമുക്ക് ആ കൊച്ചു കുട്ടികളുടെ ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന ഒരു ചെറിയ ഇമോഷണൽ കണക്ഷൻ അത്രേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് ആ പടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൂ. പക്ഷേ അല്ലാതെ അതിനു മുമ്പ് കണ്ട സിനിമയും അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻട്രിഗ്യൂയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാനോ എൻഗേജിങ് ആക്കാനോ ഒന്നും തന്നെ പടത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഈ മരിച്ചുപോയ ആളുടെ ബാക്ക് സ്റ്റോറി ആണെങ്കിലും വലിയ രസമുള്ള സംഭവം. അത് കൊല്ലുന്ന റീസൺ ആണെങ്കിലും അതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര കുറച്ച് അതിലൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ശ്രമമൊന്നുമില്ല. പിന്നെ ഇത് റിയൽ ലൈഫ് സ്റ്റോറി ആകുമ്പം ഇവർ ഒരുപക്ഷെ ബേസ് ചെയ്യുന്ന കഥ ഇത്ര ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അന്ന് അതിനെ നമ്മൾ ഒന്നിലധികം സിനിമാറ്റിക്കായിട്ട് കുറച്ചുകൂടെ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പം നമ്മൾ കാണുന്ന റിയൽ ലൈഫിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അല്ലേ, സിനിമയല്ലേ. അപ്പോൾ സിനിമയ്ക്കകത്തത് ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ അതൊരു സിനിമാറ്റിക് ആക്കാനും ഈ ഓഡിയൻസിനെ അതെങ്ങനെ ഇതിനകത്ത് ഹുക്ക് ചെയ്തിരുത്താം എന്നുള്ളൊരു സംഭവം അത്രയും ഇല്ല എന്നാണ് എനിക്ക് പടം കണ്ടുകൊണ്ട് തോന്നിയത്. പിന്നെ ഈ പോലീസ് പ്രൊസീജിയേഴ്സും നമുക്കിങ്ങനെ കുറച്ചധികം കാണുമ്പം, കാരണം നമ്മളിപ്പോൾ ഒരുപാട് പോലീസ് പടങ്ങൾ കണ്ടതുകൊണ്ടാണ് തോന്നുന്നത്. നമുക്ക് ഈ പോലീസ് പ്രൊസീജിയേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും സിനിമയിൽ പലരും ചോദിക്കുന്ന പല കാര്യങ്ങളും, അതായത് ക്യാരക്ടേഴ്സിൻ്റെ ഡൗട്ട്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യുമ്പം നമ്മളിവിടെ ഇത് ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമായിരിക്കും. അപ്പോൾ അവർ 2 സീൻ കഴിഞ്ഞായിരിക്കും ചെന്ന് ചോദിക്കും, സാറേ ഇതെന്താ ചെയ്യേണ്ടത്, അങ്ങനെ. അപ്പോൾ അത് പിന്നെ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് പോലീസുകാർ സാർ നമുക്ക് നാളെ അത് ചെയ്യാം, പക്ഷെ അവർ നാളെ അത് ചെയ്യും എന്ന രീതിയിൽ അത് പറയുകയും ചെയ്യുകയും നമ്മൾ വീണ്ടും ഇതത് ഇൻഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള സംഭവം, എസ്പെഷ്യലി ഇങ്ങനത്തെ സിനിമകളിൽ ഇൻഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മടുപ്പുണ്ടാകും. നമുക്കറിയാം ഇത് സംഭവിച്ചത്, വീണ്ടും ഇവിടെ വന്നിട്ട് ഇതേ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അടുത്ത ഇതിലേക്ക് പോകണം എന്നുള്ളൊരു സംഭവമുണ്ട്.
ഈ സിനിമ മൊത്തത്തിൽ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ അതാണ്. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു എനർജി കുറവാണ്. എനർജി കുറവും പിന്നെ ഈ ഇങ്ങനത്തെ സിനിമകൾ കണ്ട് ശീലിച്ചത് കൊണ്ടും കുറേയൊക്കെ നമുക്കിങ്ങനെ ഇത് ഗസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മുകളിൽ കൊണ്ടുവരണം. എപ്പോഴും ഇവർ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ പറ്റിക്കണം. ഏതാ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ലൈനിൽ ചിന്തിക്കുമല്ലോ, ആ ചിന്തയിലേക്ക് പോയി എത്താതെ അതിനു മുമ്പ് നമ്മളെ ഇവർ പറ്റിച്ച് വേണം അവരൊരു പോയിന്റിൽ കൊണ്ടെത്താൻ. അങ്ങനത്തെ കുറേ ശ്രമങ്ങളൊക്കെ ഉണ്ട് ഇൻ്റർവെല്ലൊക്കെ. പക്ഷേ അത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. അതെ, അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ പോകുന്നത് എന്നൊരു ഫീല് കണ്ടുകൊണ്ടിരിക്കാൻ മുഴുവൻ തോന്നിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പടം പോകുന്നത് ഭയങ്കര സ്പീഡിലല്ല, എന്നാലും ഈ ചിലപ്പോൾ ഈ സ്ലോ പേസ്ഡ് ഈ ത്രില്ലർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇല്ല. അതാണ് ത്രില്ലിംഗ് അല്ല എന്നുള്ളതുകൊണ്ടാണ് ത്രില്ലർ എന്ന് കംപ്ലീറ്റ്ലി പറയാനും പറ്റത്തില്ല. ജോണർ അതാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും നമുക്കൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ത്രില്ലർ അറിയത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നുള്ള ലൈനിലാണെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിലും ഡ്രാമ എന്ന് പറയുമ്പോൾ ജോസഫ് പോലെ ആ ചിന്തിക്കുന്നില്ല, അതിനകത്ത് നല്ല ഡ്രാമ വർക്കായ ഡ്രാമ ഉണ്ട്. ഇതിൽ അങ്ങനെയല്ല. ഇത് കുറെ കൂടെ ഒരു ക്യാരക്ടറിൻ്റെ പേഴ്സണൽ, അതായത് നമ്മൾ യൂഷ്വലി ഒരുപാട് ഈ പോലീസ് പടങ്ങളിൽ കാണുന്ന ട്രോമയുള്ളൊരു പോലീസുകാരൻ. അപ്പോൾ ഈ ട്രോമയുള്ള പോലീസുകാരൻ്റെ ട്രോമ യൂഷ്വലി ആ ട്രോമ ക്യൂർ ആവുന്നിടത്താണ് പടം ഫിനിഷ് ആവുന്നത് എന്നുള്ളൊരു ട്രാക്കുണ്ട്. അപ്പോൾ ഇവിടെ ആ ക്യൂർ ആവുന്നതിനപ്പുറത്തേക്ക് അയാളുടെ ട്രോമയിൽ അയാൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കാഞ്ഞത് അതിവിടെ ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ അവിടെ ട്രോമ ക്യൂർ ആവുന്നോ ഇല്ല എന്നുള്ളപ്പുറത്തേക്ക് പുള്ളിക്ക് അത് ഒരു അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയി ഇവന് ട്രോമയുള്ള കാര്യം. ഈ ക്യാരക്ടർ തന്നെ വിട്ടുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനം വരുമ്പോൾ കണക്ട് ആകത്തില്ല. ഇവർ ട്രോമ പോയെന്നോ അല്ലെങ്കിൽ ട്രോമയ്ക്ക് വേണ്ടി ആ പരിപാടി നമുക്ക് കണക്ട്. അതെ, ആക്ച്വലി അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ പടത്തിൽ തുടക്കം മുതൽ കുറച്ച് കല്ലുകടി ആയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ കുറച്ച് എക്സ്ട്രാസ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട്, അതായത് വലിയ പ്രോമിനൻസ് ഒന്നും ഇല്ലാതെ ക്യാരക്ടർ നെയിം ഒന്നും നമുക്കറിയാത്ത കുറേ, അതായത് സിനിമയിൽ പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് കോൺസ്റ്റബിൾസ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതും അവർ ഇൻവോൾവ് ചെയ്യുന്നതും ഡയലോഗ്സ് ഉൾപ്പെടെയുണ്ടവർക്ക്. അപ്പോൾ അത് കുറച്ച് അധികം അമച്ചറാണ്. അപ്പം നമുക്ക് ബേസിക്കലി നമുക്കത് നമ്മൾ ചിരിച്ചു വരും. അതാ പ്രശ്നം. അതായത് നമ്മൾ ഈ സിനിമയുടെ സീരിയസ്നെസ്സിൽ നിന്ന് ഇവരുടെ ഡയലോഗ് ഡെലിവറിയും പരിപാടി ഇതൊക്കെ എന്താണ് നമുക്ക് ചിരി വരും. അതാണ് പ്രശ്നം. അത് ആ സിനിമയുടെ മൂഡിനെ നശിപ്പിക്കുന്നുണ്ട്. അതായത് ഇവരൊന്നും സംസാരിച്ചില്ലെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാരക്ടേഴ്സ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇവർ മിണ്ടാതിരുന്നാലും നമുക്ക് നാളെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നവരൊന്നും സംസാരിച്ചില്ലല്ലോ എന്നുള്ള ഇത് പറയുമെന്ന് പേടിച്ചിട്ട് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി. പക്ഷേ ഇപ്പം ഇവർ സംസാരിച്ചത് പ്രശ്നമായി പോയതുപോലെ അവർക്ക് ഡയലോഗും അവരുടെ ഡബ്ബിങ്ങും. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഡബ്ബിങ്ങും അതൊരു സുഖമില്ലാത്ത ഡബ്ബിങ് ആയിരുന്നു. അപ്പോൾ അത് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഡയലോഗ് ഡയലോഗ് തരാം എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ചില സീനുകളൊക്കെ കുറച്ച് കല്ലുകടിയായിരുന്നു ഇനിഷ്യലി. അതായത് പടം തുടങ്ങുമ്പം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലോ. അപ്പോൾ ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മൾട്ടിപ്പിൾ സീൻസ് വരും. സീൻസിനകത്തൊന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് ഡെയിലി ലൈഫ് പർപ്പസ്ലെസ് സീനുകളാണ്. ആ സീനിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മളെ പോലീസ് സ്റ്റേഷനും ഈ ക്യാരക്ടേഴ്സിനെ കാണിക്കുക എന്നുള്ളത്. അത് ഈ മെയിൻ ക്യാരക്ടറിൻ്റെ ഡെയിലി റൊട്ടീനും പരിപാടിയെല്ലാം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതെ. പക്ഷെ ഇത് ഇന്നത്തെ സിനിമയിൽ ആവശ്യമില്ല. ഇത് വലിയ നീഡല്ല. കാര്യം നമ്മളിവിടെ ഈ പടം കാണാതിരിക്കുന്ന മലയാളികൾ മലയാളം പടം ഉൾപ്പെടെ മറ്റു പല ഭാഷകളിലെയും പോലീസ് പടങ്ങൾ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങൾ കണ്ട് ശീലിച്ചാണ്. അപ്പം നമുക്കൊരു പോലീസ് സ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, കാര്യം ഈ സിനിമ പിന്നീട് നടക്കുന്ന കഥ ഈ പോലീസ് സ്റ്റേഷനോ അതിലെ ആൾക്കാരോ ഇൻവോൾവ് ആവുമെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇത് നമ്മൾ പോണത് വേറൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം നമുക്ക് ഇത്രയും വലിയൊരു മൾട്ടിപ്പിൾ സീക്വൻസ് പോകുന്നുണ്ട്. ഒരു സീക്വൻസ് ആണത് ഇനിഷ്യലി ഒരു മൊണ്ടാഷ് എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. സീൻ പോലെ ഇങ്ങനെ ഓരോ സീനായിട്ട് പോകും. പക്ഷേ ഈ സീനുകൾക്കൊന്നും തന്നെ പ്രത്യേകിച്ച് അങ്ങനെ കഥ മുമ്പോട്ട് പോകുന്ന സീനല്ല. നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം എന്നുള്ള സംഭവമാണ്. ഇങ്ങനെയൊക്കെയാണ് പോലീസ് സ്റ്റേഷൻ നടക്കുന്നതെന്ന് പറയുന്ന. പക്ഷെ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒരുപാട് പോലീസ് പടങ്ങളിൽ കണ്ടതുകൊണ്ടും നമുക്ക് ഓക്കെ ഈ കേസ് വരുന്നിടത്തു നിന്നാണ് നമ്മൾ ചിലപ്പോൾ ഓക്കെ ഇനി എന്താണെന്ന് അറിയാനുള്ള രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് അപ്പോൾ ആ സമയത്തൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് അതൊരു പരേഡ് നടക്കുന്ന സീനുണ്ട്. ആ സീൻ ഓപ്പൺ ചെയ്യുന്നത് തന്നെ അവിടെ നിൽക്കുന്നൊരു ലേഡി കോൺസ്റ്റബിൾ മറ്റൊരു കോൺസ്റ്റബിളിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു അതെനിക്ക് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവരുടെ ഡബ്ബിങ്ങും പരിപാടി എല്ലാം കൂടെ വരുമ്പോഴത്തേക്കൊരു കുറച്ച് അമച്വർ ഫീൽ തോന്നും. അപ്പോൾ നമ്മൾ ഓക്കെ അത് സിനിമകളിൽ ഇങ്ങനെ ഇവരൊക്കെ സംസാരിക്കുന്നത് നമ്മൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അതിൻ്റെ ഈ ഡയലോഗ് റൈറ്റിങ്ങിലായിരിക്കണം അത് കുറച്ച് വീക്കായിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ച് കല്ലുകടിയായിരുന്നു ആ ഏരിയയൊക്കെ. ഇവൻ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ വരെ പലയിടത്തും അങ്ങനെയായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഓവറോൾ റോഷൻ
റോഷൻ്റെ പരിപാടി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എന്ത് പറഞ്ഞാൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ ബൈജു ഉണ്ട്. ബൈജുവിൻ്റെ ക്യാരക്ടറും യൂഷ്വൽ ബൈജു ഇപ്പം എല്ലാ പടത്തിലും ചെയ്യുന്ന അതേ ലൈൻ ഓഫ് ക്യാരക്ടർ തന്നെയാണ്. അതായത് പുള്ളിയുടെ ആ ഡയലോഗ് പ്രസൻറ്റേഷനും പരിപാടിയല്ല നമുക്കറിയാം. പുള്ളി വെക്കുമ്പം പുള്ളി എന്തെങ്കിലും ഒരു സാധനം പറയുമ്പോൾ ഒരു ചിരി ഉണ്ടാവുമല്ലോ എന്നുള്ള ലൈനിൽ അങ്ങനത്തെ കുറച്ച് പരിപാടി. പക്ഷേ എന്നാലും അത് ഓവറായിട്ട് ചിരി ഉണ്ടാക്കാനുള്ള ശ്രമമൊന്നുമില്ല. പടത്തിൻ്റെ കൂട്ടത്തിലങ്ങ് പോവാണ്. പക്ഷേ ഈ പടത്തിൽ ഏറ്റവും വലിയ സ്ക്രീൻ പ്രസൻസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാണല്ലോ IPS ഓഫീസർ. പുള്ളി അത് തെറ്റ് മാസ് ഡയലോഗ്. അതെ, അതായത് ഇവരുടെ കമ്മീഷണറാണെന്ന് തോന്നുന്നു. കമ്മീഷണർ ആ ഒരു ആർട്ടിസ്റ്റ് ആരാണെന്ന് അറിയില്ല. പുള്ളി ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അതോ ഇനി റിയൽ പോലീസുകാരനാണോ അതൊന്നും നമുക്കറിയില്ല. പുള്ളിയുടെ പെർഫോമൻസ് കുറച്ച് വീക്കായിരുന്നു. അതായത് പുള്ളി സ്ക്രീനിൽ എപ്പോൾ വരുമ്പോഴും കുറച്ച് ബാക്കിയുള്ള എല്ലാവരും, കാരണം പുള്ളി മാത്രം വേറൊരു മീറ്ററിലും ബാക്കി എല്ലാവരെയും ഒരു നോർമൽ മീറ്ററിലും അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം പുള്ളിയുടെ മീറ്റർ എപ്പോഴും, അതായത് ഇപ്പം നമുക്കൊരു പുള്ളി ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കും മിക്കപ്പോഴും. അപ്പം കൂളിംഗ് ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിയുടെ കണ്ണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ പുള്ളി ഡയലോഗ് പറയുന്നതും ഇങ്ങനെ ആക്ഷനും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചധികം വീക്കായിട്ട് പുള്ളിയുടെ ഏരിയ വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നും. അപ്പോൾ ഈ കമ്മീഷണറുടെ സ്ഥിരം ഡയലോഗാണ്, എനിക്ക് മൂളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് എപ്പോഴും. എല്ലാ പടത്തിലും ഇത് കാണും. അതായത് കേസ് അന്വേഷിക്കുന്ന ഒരു SIയോ AO ഉണ്ടാവും. അപ്പോൾ അവർ കമ്മീഷണറുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കമ്മീഷൻ പറയും എത്രയും പെട്ടെന്ന് കേസ് കളിക്കണം, എനിക്ക് മേളിൽ നിന്ന് നല്ല പ്രശ്നമുണ്ട്. ഇതൊരു ഭയങ്കര ക്ലീഷ സീനാണ്. ഭയങ്കര ക്ലീഷ സീനെന്ന് പറഞ്ഞാൽ അതില്ലാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ പടം ഇല്ല എന്നുള്ള ആയിരിക്കും. അല്ല, റിയൽ ലൈഫിൽ അങ്ങനെ ആടാ. പക്ഷെ നമ്മളത് റിയൽ ലൈഫിൽ അങ്ങനെ ആയതുകൊണ്ട് സിനിമയിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. നമ്മളത് സിനിമയിൽ കണ്ടതല്ലേ, നമ്മളിത് എല്ലാ പടത്തിലും കാണുന്നത്. അപ്പോൾ ആ സീൻ, ഈ കമ്മീഷണർ സീൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഡയലോഗ് ഉണ്ടാവും, മേളിൽ നല്ല പ്രശ്നമുണ്ട് എനിക്ക് എന്നുള്ള ഡയലോഗ് നമുക്ക് ആ സാധനം അവിടെ വരും. അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വളരെ ജനറിക് ആയിട്ടുള്ള വളരെ നോർമലായിട്ടുള്ളൊരു പടം. പക്ഷേ ഈ സിനിമ കാണാൻ കയറുന്ന ഒരുപാട് പേർക്കും ഈ സിനിമയുടെ അവസാനത്തെ ഒരു 10 മിനിറ്റിൽ അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മനസ്സിനൊരു ചെറിയ ഒരു സങ്കടം തോന്നും. ആ സങ്കടം നിങ്ങൾക്ക് ആ സിനിമയോട് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവിടെ എങ്ങോട്ട് പടം എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത സിനിമയാണ് അല്ലെങ്കിൽ നല്ല പടമാണ് എന്ന് പറയുന്ന ലൈനിലേക്ക് ഇതിനെ നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ അയ്യപ്പ. പുള്ളി അഞ്ചക്കള കോക്കനൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ ഈ പടത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ സാധനമൊന്നുമല്ല. ഈ പടത്തിന് ഇടയ്ക്കൊരു പാട്ടുണ്ട്, ഒരു ഐറ്റം സോങ് ഉണ്ട്, അത് ഭയങ്കര അനോയിങ് ആയിരുന്നു. അത് ആ സീനിൻ്റെ ആവശ്യം, ആ പാട്ട് പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിലൊന്നുമില്ല. കാര്യം ഇത് ഒരു ക്യാരക്ടറിനോട് നിനക്ക് ഇത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് ഇങ്ങനെ മൊബൈലിൽ കാണിക്കുകയാണ്. ആ മൊബൈലിൽ കാണുന്ന അത്രയും സാധനം മതി നമുക്കത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന് കുറച്ച് റിഫ്രഷ് കൊടുക്കാം, കുറച്ച് റിഫ്രഷ്മെൻ്റ് ആവട്ടെ, നിങ്ങൾ കുറച്ച് നേരം എൻജോയ് ചെയ്ത് നമ്മൾ ഈ മൂഡിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഐറ്റം സോങ് കണ്ടിട്ട് വരാം. അപ്പോൾ ആ ഐറ്റം സോങ്ങിൻ്റെ പ്രശ്നം അതൊരു സിനിമ ഷൂട്ടിങ്ങിനകത്ത് അല്ലേ, ഒരു സിനിമ ഒരു വേറൊരു പടത്തിലെ സോങ്, കന്നഡ സോങ്ങും കൂടെ. അപ്പോൾ ആ സോങ്ങും ഒരു ഐറ്റം സോങ് നമ്മൾ കാണുമ്പോഴത്തേക്കും ആ ഐറ്റം സോങ് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രെയിമിങ് ഭയങ്കര ചെറുതാണ്. ഒരു ചെറിയ സെറ്റിങ്ങിൽ അത് ആ ഷൂട്ട് ചെയ്തിരിക്കും. അത് ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ട്, ഒറ്റ ബാക്ക്ഡ്രോപ്പ്. ആ ബാക്ക്ഡ്രോപ്പിൽ തന്നെ ഈ ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ് എല്ലാവരും ഒരു പരിപാടി. അപ്പോൾ അത് ചെയ്യുമ്പോഴും അതിനകത്തൊരു രസമില്ല. അത് ഈ പടത്തിനകത്ത് ഇരിക്കുമ്പോഴും അത് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഇത് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നടക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ മൊബൈൽ കാണിക്കുന്നു, പാട്ടിലേക്ക് പോകുന്നു, ആ പാട്ട് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സീനിലേക്ക് വരുന്നു. പക്ഷേ അറിയില്ലേ, ഞാൻ ഓർത്ത് ഈ പാട്ട് കാണിക്കുമ്പം ഈ ക്യാരക്ടർ അതിനകത്ത് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം കാണിക്കും. യൂഷ്വലി അങ്ങനെയാണ് സിനിമയിൽ. ഇത് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. അതില്ല, പാട്ട് കണ്ടോ നിങ്ങൾ? യൂഷ്വലി ഇപ്പോൾ ഇങ്ങനൊരു സോങ് വെക്കുമ്പോൾ ഈ സോങ് നടക്കുന്നു. അപ്പോൾ ആ സെറ്റിൽ ഈ ക്യാരക്ടർ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റൻ്റോ എന്തോ ആണ്, അസിസ്റ്റൻ്റ് എന്തോ ആണ് പുള്ളി. അപ്പോൾ ആ ക്യാരക്ടർ ഡയറക്ടർ ഒന്നും അല്ല പുള്ളി എന്തോ അസിസ്റ്റൻ്റ് എന്തോ. അപ്പോൾ ആ ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഈ സോങ് ഷൂട്ട് നടക്കുന്നതിനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ആക്ടിവിറ്റിയോ, ഇതൊക്കെ ആയിരിക്കും മെജോറിറ്റി സിനിമയിലും നമ്മൾ ഇങ്ങനൊരു പ്ലേസ്മെൻറ്റിൽ സാധാരണ കാണാറ്. പടത്തിൽ വ്യത്യസ്തമായിട്ടുണ്ട്. അതില്ല. അതായത് നമ്മളുടെ ഐറ്റം സോങ് കാണുക, ഈ ഐറ്റം സോങ് കണ്ട് തീരുമ്പോൾ പുള്ളിയെ കാണിക്കും. കട്ട് ചെയ്യുന്നത് എങ്ങോട്ടാ? വീണ്ടും ഈ മൊബൈലിൽ കാണിച്ച ആ ഷോട്ടിലേക്ക് കട്ട് ചെയ്യും. അപ്പോൾ അതെന്താണ് നമ്മൾ റീറൂട്ട് ചെയ്തിട്ട് വരിക. നമ്മളിങ്ങനെ കഥ ആ സോങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, ഈ പടത്തിൽ വർക്ക് ചെയ്തല്ലേ, ഈ പടത്തിൽ നീ വർക്ക് ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ അതേ എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകും. അപ്പം അത് പറയിക്കാൻ വേണ്ടി ഒരു സോങ് വരെ കാണിച്ചിട്ടില്ല നമ്മളെ. ഇത് എന്ത് റീസണാണ്? ഒരു സിനിമ മാർക്കറ്റ് ചെയ്യാൻ സോങ്സ് വേണം എന്നുള്ള രീതിയാണെങ്കിൽ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ ഇറങ്ങിയാലും ഇതൊരു കന്നഡ സോങ്ങാണ്. അപ്പോൾ അത് അഭിനയിച്ചിരിക്കുന്നവർ ആരെയും നമുക്ക് പരിചയമില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പർപ്പസ് ഈ പടത്തിന് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നില്ല. പിന്നെ
ഒരു ഐറ്റം സോങ് ചെയ്യാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഒരു നാടൻ പാട്ട് പോലെ, നാടൻ പാട്ടാണെന്ന് അറിയില്ല, ഇവർ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ ഒരു പാട്ടൊക്കെ ഇടും, പക്ഷെ അത് രണ്ടിടത്തും ഒരു സോങ് പാട്ട് പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ ഈ മൊണ്ടാഷ് സോങ്സ് ഉണ്ട്, പക്ഷെ അതൊരു സുഖമില്ലായിരുന്നു. അതുകൊണ്ട് മ്യൂസിക് അങ്ങനെ അത്ര ഇമ്പ്രസീവ് വർക്കൊന്നുമല്ല, ഇങ്ങനെ പടത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോവാണ്. അത് ഈ പോലീസ് ജേണിയാണ്. ഇപ്പം നമ്മൾ കണ്ണൂർ സ്കോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജേണിക്കകത്തൊരു മ്യൂസിക് വരുന്ന ഭയങ്കര ഇമ്പാക്റ്റ് അല്ലേ. ഇവിടെ അങ്ങനത്തെ ഒരു പോലീസ് ജേണി വരുന്ന സമയത്ത്, അതായത് ഈ റോഷന്റെ ക്യാരക്ടർ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, എനിക്കൊന്ന് ആ പാട്ട് കുറച്ച് ബെറ്റർ ആയിരുന്നു. ലാസ്റ്റ് പുള്ളി ട്രെയിനിൽ ഇങ്ങനെ ഈ കുട്ടികളെ തപ്പി പോകുന്നൊരു സീക്വൻസ്, മൾട്ടിപ്പിൾ സ്ഥലത്ത് പുള്ളി ഇറങ്ങുന്നു എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, ആ സോങ് വലിയ തെറ്റില്ലായിരുന്നു. കാര്യം ആ സോങ് പിന്നെയും കുറച്ചുകൂടെ ഭേദമായിരുന്നു. ബാക്കി പാട്ടുകളൊന്നും അത്ര ഇമ്പ്രസീവ് ഇല്ലായിരുന്നു. എസ്പെഷ്യലി ഐറ്റം സോങ് അത് പടത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ സിനിമയെ ഒരു രീതിയിലും ബാധിക്കാത്ത ഒന്നാണ്. കാര്യം നമ്മൾ ഓൾറെഡി മൊബൈലിൽ ഇതിങ്ങനെ കാണിക്കണം, മൊബൈലിൽ നമ്മൾ കണ്ടു ഓക്കെ ഇതാണ് സംഭവം, ഇത് ഈ പടത്തിൽ വർക്ക് ചെയ്തതാണ്. കാരണം ഈ ഐറ്റം സോങ്ങിനെ പിന്നെ നീ പറഞ്ഞ പോലെ ആ പടത്തിന് ആ സീനകത്ത് ഈ ക്യാരക്ടർ എന്ത് ചെയ്യുന്നുള്ളത് സീനിൻ്റെ ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇത് കാണിക്കുമ്പോൾ ഈ ക്യാരക്ടർ ചിന്തിക്കുകയാണ് എങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവന് ഈ പ്രോപ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പാട്ടങ്ങ് പോവാം, നമുക്ക് അത്രയും മതി. ആ ഷോർട്സ് വെച്ച് അത് വെച്ചാൽ ഇവർക്ക് കാണിക്കാൻ നിർബന്ധമായിരുന്നെങ്കിലേ ഈ പാട്ടിനെ കുറിച്ച് ഇവനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഈ തെളിവ് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ ഇവൻ ഈ പ്രിന്റ് കാണുന്ന സാധനമുണ്ട്, അവിടെ വേണമെങ്കിൽ പാട്ട് കാണിച്ച് പാട്ട് എൻ്റെ ആകുമ്പം ഇവനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ കാണിച്ചാലും ഒരു പക്ഷേ പ്രശ്നമില്ലായിരുന്നു. മേ ബി. എന്നാലും നമുക്ക് ആ സോങ് അവോയ്ഡ് ചെയ്യാൻ ഇവർക്കത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധം കാണിക്കുന്നത്. സോങ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷം. അഥവാ ഇനി ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു ഇനി അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കാറുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യും, നമ്പർ താഴെ കൊടുക്കാം, അങ്ങനെ വിളിക്കട്ടെ. നമ്പർ താഴെ. ഈ പാട്ട് വന്നപ്പോഴേ ബാക്കി ഇരുന്നപ്പോൾ പൊട്ടച്ചിരി. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡ സോങ്ങാണ്. കന്നഡ സോങ്ങിൻ്റെ ലിറിക്സ് അത് കേട്ടപ്പോൾ നമ്മുടെ പുറകെ ഇരുന്ന കുറച്ച് ആൾക്കാർ, അത് കുറച്ച് പയ്യന്മാരാണ്, അവന്മാർ ആദ്യം പോലെ കുറച്ച് അലമ്പരുത്. അപ്പോൾ അവന്മാർക്ക് ഈ സോങ്ങിൻ്റെ ലിറിക്സ് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഭാഗമായി അവന്മാരൊരല്പം കുറച്ച് കമൻ്റടിയൊക്കെ ഉണ്ട് ബാക്കിയിരുന്ന്. അതുകൊണ്ട് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ പടം നടന്നുകൊണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കമൻട്രി പറയുന്നത് തീരെ ഇഷ്ടമല്ല. അതിന്ന് കുറച്ച് ഒരു 3-4 പിള്ളേർ ബാക്കിലുണ്ടായിരുന്നു. പിന്നെ ഈ പിള്ളേർ സെറ്റിനോട് നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല, മിണ്ടായിടാ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവന്മാർ ചാടി എഴുന്നേറ്റിട്ട് അടിച്ചു കളയാം ഒന്ന് പറഞ്ഞാൽ അതിന് അടിക്കുന്ന ടീംസ് ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് കാര്യത്തിന് അടികൊള്ളുന്നത്? അതെ, ഞാൻ ഓൾറെഡി 140 രൂപ കൊടുത്ത് ഒരു സിനിമ കണ്ട് തകർന്നിരിക്കുമ്പോൾ ഞാൻ ആ തിയേറ്ററിനകത്തുനിന്ന് മറ്റൊരുത്തിൻ്റെ അടിയും കൂടെ കൊള്ളുക എന്ന് പറയുന്നത് ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും. എനിവേ അങ്ങനെ നടന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവന്മാരൊരു പടം പകുതിയായി ഇറങ്ങി പോയത്തോ, അതിന് അടക്കമില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ശ്രദ്ധിച്ചില്ല, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ളതായിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് പടം കാണണം എന്നുള്ളവർക്ക് ഒരു തവണ തിയേറ്ററിൽ പോയി കാണാം. അതെ, ഡെഫിനറ്റ്ലി സിനിമ കാണേണ്ടവർ തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് പടത്തിൻ്റെ അവസാനത്തെ കുറച്ച് ഏരിയയിൽ ഒരല്പം ഇമോഷണലി വർക്കാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാരണം ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം നമ്മളീ പറഞ്ഞത് ഒന്നും വിഷയം ഉണ്ടാകത്തില്ലായിരിക്കും. നിങ്ങൾക്ക് പടം എൻജോയബിൾ ആയിരിക്കും. ഇത് നമ്മുടെ മാത്രം ഒപ്പീനിയനാണ്, അങ്ങനെ എടുത്താൽ മതി. ഇത് നമ്മുടെ ഒപ്പീനിയനാണ്. ചിലപ്പോൾ ഈ സിനിമ കൊണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകും. അതെ, അത്രേ ഉള്ളൂ. അത് സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അതാണ് ഉയിരിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഇടയ്ക്ക് ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ചെയ്യാം അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. മെയിനായിട്ട് സബ്സ്ക്രിപ്ഷൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ. നമുക്ക് ആ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൂടി വന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള അല്ലേ ഊർജ്ജം കിട്ടത്തുള്ളൂ. ഇത് കുറച്ച് എനർജി കുറവാണ് നമുക്ക്. കാരണം നമ്മുടെ IFC ജീസസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയ തണുപ്പൻ പരിപാടിയായിരിക്കും. അതുകൊണ്ടാണ് പ്രോപ്പർ ഡിസ്കഷനിലേക്ക് വന്നത്. ഞാൻ വിചാരിച്ചു നല്ല കാര്യം പുള്ളി ഈ 2 പടം കാണാത്തതുകൊണ്ട് പുള്ളിക്ക് പറയാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പറയുമായിരുന്നു. അത് ഒരു പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ മയത്തിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതെ, അതുകൊണ്ട് എഴുതി വെക്കാൻ ഒരു ലോഡ് സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനായിട്ടൊന്നും നോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പടം കണ്ട് തീർന്നിട്ട് നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാത്തതുകൊണ്ട് മിക്ക കാര്യങ്ങൾ വിട്ടുപോകും. അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും നമ്മൾ പടം തീരുമ്പോൾ എന്തൊക്കെ ഓർത്തിരിക്കുന്നു അത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പടത്തിൽ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അത് പലതും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതാണ് ഉയർ. എല്ലാവർക്കും ഒരു തവണ പോയി കണ്ടു നോക്കാം.